കൃത്യമായിട്ട് പറഞ്ഞ കല്യാണത്തിന്റെ തലേന്നിന്റെ തലേന്ന് ഒരു കുഴപ്പമില്ലാതെ അവിടെ കഥയും പറഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന കൊച്ച ആ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ കരയിക്കാനുള്ള പദ്ധതി അവിടെയുള്ള എല്ലാവരോടും ചേർന്ന് ഇട്ടോണ്ടിരിക്കുകയാണെന്ന്. കണ്ണൊക്കെ കെട്ടിയോട്ടിരുത്തിയപ്പോ ഒന്നും മനസ്സിലാകാതെ ഒരു പൊട്ടിയ പോലെ അവിടെ ഇരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ കാര്യം എനിക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടി തുടങ്ങി. ചേട്ടന്മാരും ചേച്ചിമാരും തുടങ്ങിയ സകല ബന്ധുക്കൾ എല്ലാവരും കൂടി എന്നെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അതിന്റെ ഇടയിലൂടെ അമ്മയുടെ കരച്ചിലൂടായപ്പോ പിന്നൊന്നും പറയണ്ടല്ലോ, കല്യാണത്തിന് കരയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ ഒന്ന് കരയിപ്പിക്കണമല്ലോ എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. കുറെ ചിരിക്കുകയും എന്നാൽ അതിൽ കൂടുതൽ കരയും ചെയ്തൊരു ദിവസമായിരുന്നു. കല്യാണത്തിന് ഒരു പരിപാടി വേണ്ട ഒരു പരിപാടി വേണ്ട എന്ന് പറയുമ്പോഴും ഇതിന്റെ ഇടയ്ക്ക് കൂടി ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സാധാ ഒരു ദിവസം പോകേണ്ട പോലെ പോകേണ്ടി വന്നായിരുന്നു. പക്ഷെ അതിന്റെ ജീവിതത്തില് ഇന്ന് എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമായിട്ട് മാറ്റി. ഇതിന്റെ ഇടയ്ക്കൂടെ ചേട്ടനെ കൊണ്ട് സംസാരിപ്പിച്ച് എന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടി കരയാൻ മാത്രം അവിടെ എന്താ നടന്നത്, എന്നെ കുറിച്ച് അവരെല്ലാം എന്തൊക്കെയാ പറഞ്ഞത്, ഇതെല്ലാം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അടിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നേ, ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടിപ്പോ 3 മാസം തികഞ്ഞു. എത്ര പെട്ടെന്നല്ലേ ഈ സമയം ഇങ്ങനെ പോകുന്നത്. ഇനിയൊന്ന് കണ്ണടിച്ച് തുറക്കുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം